അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ ഔറത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നതാണ് സ്ത്രീകളുടെ ഔറത്ത്. അവരുടെ ഔറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗവുമാണ്. പുറത്തിറങ്ങുമ്പോൾ അന്യ പുരുഷന്മാരുടെ ഇടയിൽ ശരീരം മുഴുവനുമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ പുരുഷന്മാരുടെ ഔറത്ത് അത് എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണോ അതോ അറിഞ്ഞിട്ടും അതൊക്കെ വെളിവാക്കി നടക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പല പുരുഷന്മാരും ഔറത്ത് മറക്കാതെയാണ് നടക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, എന്താണ് ഇയാൾ ഇങ്ങനെ പറയുന്നതെന്ന്. നമ്മളിൽ പല ആളുകളും നമ്മുടെ തുണി കയറ്റിക്കുത്തി, അതായത് മടക്കുത്തി എന്നൊക്കെ ചില ഭാഗത്ത് പറയും, മടക്കുത്തി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ശരിക്ക് ഈ പുരുഷന്മാരുടെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ട് പൊക്കിളിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളാണ്. ഇത് പറയുമ്പോൾ മുട്ടും മറിയണം, അതുപോലെ പൊക്കിളും മറിയണം. രണ്ടും മറിയുന്ന രീതിയിലായിരിക്കണം അവൻ ഔറത്ത് മറക്കേണ്ടത്. അപ്പോൾ ഈ മടക്കി കുത്തിപ്പോകുമ്പോൾ തുടയുടെ ഭാഗങ്ങൾ കാണും, മുട്ടിൻകാല് കാണും. അപ്പോൾ നടന്നു പോകുന്ന സമയത്ത് തുടയുടെ കുറേ ഭാഗങ്ങളൊക്കെ കാണുന്ന രീതിയിലായിരിക്കും ഈ മടക്കി കുത്തിയിട്ടുണ്ടാകുക. അപ്പോൾ ഔറത്ത് വെളിവായി എന്നർത്ഥം. പുരുഷൻ്റെ ഔറത്താണത്, അത് വെളിവാകാൻ പാടില്ലാത്തതാണ്. അതേപോലെ പല ആളുകളുണ്ട്, പൊക്കിളിൻ്റെ താഴെയായിട്ട് തുണിയെടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പാൻറ് ധരിക്കുന്ന ആളുകൾ, പൊക്കിള് വെളിവായിട്ട് ഷർട്ടൊന്നും ഇല്ലാതെ തന്നെ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഔറത്തൊക്കെ വെളിവാക്കിക്കൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരക്കാരായ ആളുകളെ അത് സൂക്ഷിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ്. അതേപോലെ നിസ്കാരത്തിൽ പള്ളിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ പുരുഷന്മാരായ ആളുകൾ പാൻറ് ധരിക്കുന്ന, ഇപ്പോഴത്തെ ട്രെൻഡ് പാൻറ്റുകളൊക്കെ ധരിക്കുന്ന അവസരത്തിൽ സുജൂദിലേക്കും റുക്കോയിലേക്കും ഒക്കെ പോകുമ്പോൾ പാൻറ്റിൻ്റെ ബാക്ക് ഭാഗം അത് താഴേക്ക് ഇങ്ങോട്ട് കീഞ്ഞു പോരും. എന്നിട്ട് ഔറത്ത് ബാക്കിൽ വെളിവാകുന്ന രീതിയിലായിരിക്കും അവർ സുജൂദ്. കാരണം ഒന്ന്, അവരുടെ ഷർട്ട് വലുപ്പമില്ല, രണ്ടാമത്തത് പാൻറ് താഴേക്ക് കീഞ്ഞു പോകുന്ന രീതിയിലുള്ള ടൈറ്റൊന്നുമില്ലാതെ, അല്ലെങ്കിൽ അത് നേരെ പൊക്കലിൻ്റെ താഴെയായിട്ട് അങ്ങനെ വെക്കുന്ന രീതിയിലായിരിക്കും അവർ പാൻറ് ധരിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഇങ്ങനെയുള്ള പാൻറ്റുകളൊക്കെയാണ് നമ്മുടെ ചെറുപ്പക്കാർ ധരിച്ചു വരുന്നത്. അപ്പോൾ നിസ്കാരത്തിൽ ഔറത്ത് വെളിവായാൽ ഔറത്ത് വെളിവാകുന്നതിൻ്റെ കുറ്റം മാത്രമല്ല, അവരുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്നതാണ്. അവർ അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഔറത്ത് മറക്കാതെ നിസ്കരിച്ചത് കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. നിസ്കാരം അവരുടേത് ബാത്തിലായി. നിസ്കാരം അവർ മടക്കി നിസ്കരിക്കണം. ഔറത്ത് മുഴുവനായിട്ട് ഈ പറയപ്പെട്ട ഔറത്ത് മറച്ചതിന് ശേഷമേ അവർ നിസ്കരിക്കാൻ പാടുള്ളൂ. അപ്പോൾ പള്ളിയിലേക്കൊക്കെ വരുന്ന ആളുകൾ ഈ ഔറത്തിൻ്റെ കാര്യമൊന്ന് നല്ലവണ്ണം സൂക്ഷിക്കുക. കഴിവതും എല്ലാവരും പള്ളിയിലേക്ക് വരുമ്പോൾ തുണി ധരിക്കാൻ വേണ്ടി, വെള്ള വസ്ത്രവും അതുപോലെ തുണിയും ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തുണി ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ പള്ളിയിൽ വന്നിട്ട് മൂത്രമൊഴിക്കാൻ പോകും. അവർ പാൻറ്റാണ് ധരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിന്ന് മൂത്രമൊഴിക്കണം. അതിനൊക്കെ പകരം തുണി ധരിച്ചു കൊണ്ട് വരികയാണെങ്കിൽ അത് ഇരുന്നു കൊണ്ട് തന്നെ മൂത്രമൊഴിച്ച് നല്ല രീതിയിൽ വൃത്തിയാക്കി പോരാ. ചില ആളുകൾ തുണിയാണ് ധരിച്ചിട്ടുണ്ടാവുക, എന്നാലും അവർ നിന്ന് മൂത്രമൊഴിച്ച് ശീലമുള്ളവരാണ്. അവർ നിന്നിട്ട്, തുണിയാണ് ധരിച്ചതെങ്കിലും അവർ നിന്നിട്ടേ മൂത്രമൊഴിക്കുള്ളൂ. നിന്ന് മൂത്രമൊഴിക്കുക എന്ന് പറയുന്നത് അത് തെറ്റായ ഒരു സ്വഭാവമാണ്. ഇസ്ലാം അതിനെ നിരോധിച്ചതുമാണ്. നിന്ന് മൂത്രമൊഴിക്കാൻ പാടുള്ളതല്ല, ഇരുന്നാണ് മൂത്രമൊഴിക്കേണ്ടത് എന്ന് നമുക്ക് ഹദീസിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഔറത്തിൻ്റെ കാര്യം, നിസ്കാരത്തിൽ ഔറത്തിൻ്റെ കാര്യം നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിലും നമ്മുടെ ഔറത്ത് വെളിവാകുന്നത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അതുപോലെ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ നിന്ന് മൂത്രം ഒഴിക്കുന്നത് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുവാനും തുണി ധരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് വളരെ ഉപകാരപ്പെടും. നമ്മൾ ദീന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം മുസ്ലിംകളായ നമ്മോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ ജീവിക്കാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കുക. 5 നേരം കൃത്യമായി നിസ്കരിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.